കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയാൻ ഭരണഘടനയിലെ 370 വകുപ്പ് റദ്ദു ചെയ്തതിനെ തുടർന്ന് ജമ്മു കാശ്മീരിൽ നിലനിൽക്കുന്ന സാഹചര്യം ജനാധിപത്യ സമൂഹത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണ് എന്ന് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക അഭിപ്രായ സ്വാതന്ത്ര്യ നിരീക്ഷകൻ ഡേവിഡ് കെ. ഇത്തരത്തിൽ ആശയവിനിമയ സംവിധാനങ്ങൾ റദ്ദു ചെയ്ത നടപടി താൻ ആദ്യമായാണ് കാണുന്നതെന്നും അദ്ദേഹം ഹാവിംഗ്ടൺ പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. കാശ്മീരിൽ മൊബൈൽ സേവനങ്ങളും ഇന്റർനെറ്റും വിച്ഛേദിച്ചിട്ട് 12 ദിവസമായി. എനിക്കിതേപ്പറ്റി ആശങ്കയുണ്ട്. മുമ്പും പലതവണ കാശ്മീർ താഴ്വരയിൽ ഇന്റർനെറ്റ് റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഒന്നുകിൽ ഇന്റർനെറ്റോ അല്ലെങ്കിൽ മൊബൈലോ ആണ് റദ്ദാക്കാറുള്ളത്. ഇത്തവണ ഇന്റർനെറ്റ് മാത്രമല്ല ടെലികമ്മ്യൂണിക്കേഷൻസും റദ്ദാക്കിയിട്ടുണ്ട് എന്നതാണ് വ്യത്യാസം. ഇപ്പോൾ കാശ്മീരിൽ കുടുംബങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടാൻ കഴിയുന്നില്ല. തെരുവുകളിൽ സംഭവിക്കുന്നത് എന്തെന്നോ ലോകത്ത് എന്തെല്ലാം നടക്കുന്നുവെന്നോ അറിയാനാകുന്നില്ല. വിവരങ്ങളിലേക്ക് എത്താനുള്ള കാശ്മീരികളുടെ അവകാശത്തെ യോജിക്കാനാവാത്ത വഴിയിലൂടെ നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്റർനെറ്റ് റദ്ദാക്കൽ ഉണ്ടാകാറുണ്ട്, പ്രത്യേകിച്ച് മധ്യ ആഫ്രിക്കയിൽ. കാമറൂണിലെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ വളരെ ദീർഘകാലം ഇന്റർനെറ്റ് റദ്ദാക്കിയിരുന്നു. എന്നാൽ കാശ്മീരിൽ മാത്രമുള്ള കാര്യം എന്തെന്നാൽ ഇവിടെ തുടർച്ചയായി ഇന്റർനെറ്റ് റദ്ദാക്കപ്പെടുന്നു എന്നതാണ്. എന്തു കാരണം കൊണ്ടായാലും ഒരു ജനാധിപത്യ രാജ്യം തുടർച്ചയായി ഇന്റർനെറ്റ് തടസ്സപ്പെടുത്തുന്നു എന്നത് ഞാൻ കരുതുന്നില്ല. ഇന്ത്യയെയും കമറൂണിനെയും വേറിട്ടു നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കർഫ്യൂ ഉള്ളതുകൊണ്ട് മാത്രമാണ് കാശ്മീരിലെ ജനങ്ങൾക്ക് പ്രതിഷേധിക്കാൻ സാധിക്കാത്തത് എന്നും ഇന്റർനെറ്റ് ശരിയായാൽ ജനങ്ങൾ പ്രതിഷേധിക്കുമെന്നും അത് കുഴപ്പങ്ങളിലേക്ക് നയിക്കുമെന്നുമാണ് ഇവിടെയുള്ളവർ പറയുന്നത്. പക്ഷേ ഈ കർഫ്യൂ ഉള്ളതുകൊണ്ടല്ലേ ജനങ്ങൾക്ക് പ്രതിഷേധിക്കാൻ കഴിയാത്തതെന്നും വൻതോതിലുള്ള സൈനിക വിന്യാസം ഉള്ളതുകൊണ്ടാണ് ജനങ്ങൾ പുറത്തിറങ്ങാത്തതെന്നും സംഘടിക്കാത്തതെന്നും അദ്ദേഹം പറഞ്ഞു. ആശയവിനിമയ നിരോധനവും കർഫ്യൂവും ഇന്ത്യയിലെ അന്താരാഷ്ട്ര തലത്തിലെയും അടിസ്ഥാന മനുഷ്യാവകാശ നിയമങ്ങൾ ലംഘിക്കുന്നതാണെന്നും അക്രമം തടയാനാണെന്ന് വെച്ചാൽ തന്നെ ഭീമമായ ഇത്തരം നിയന്ത്രണങ്ങൾ ഉചിതമല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സിൽ അംഗമാണ് ഇന്ത്യ. ഇതാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമത്തിന്റെ കേന്ദ്ര ഉടമ്പടി. എല്ലാവർക്കും മനുഷ്യാവകാശം ഉറപ്പുവരുത്തുന്നതാണിത്. അഭിപ്രായ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തുമ്പോൾ അതുകൊണ്ട് പൊതുസുരക്ഷയ്ക്കും ക്രമത്തിനും ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഭരണകൂടങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റ് ഇതുവരെ അത് വെളിപ്പെടുത്തിയിട്ടില്ല. അത് ചെയ്തതുവരെ മനുഷ്യാവകാശ നിയമങ്ങളുടെ വ്യവസ്ഥകളോട് ഇന്ത്യ യോജിച്ചു പോകുന്നുണ്ടോ എന്ന കാര്യത്തിലും തനിക്ക് ആശങ്കയുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.